കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 37 അതിൻ്റെ 28 വാക്യം. യഹോവ ന്യായപ്രിയനാകുന്നു, തൻ്റെ വിശുദ്ധന്മാരെ ഉപേക്ഷിക്കുന്നതുമില്ല. അവർ എന്നേക്കും പരിപാലിക്കപ്പെടുന്നു, ദുഷ്ടന്മാരുടെ സന്തതിയോ ഛേദിക്കപ്പെടുന്നു. ഈ വാക്യങ്ങൾ കേട്ട ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹീതമായൊരു ചിന്തയാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ശ്രദ്ധിച്ചേ, ഇവിടെ പറയുന്നു യഹോവ ന്യായപ്രിയനാകും. എന്തുവാണ് ഈ ന്യായപ്രിയൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? നമ്മുടെ ദൈവം ആരാണ്? അവൻ ന്യായമായി കാര്യം നടപ്പാക്കുന്നവനാണ്. അതുകൊണ്ടാണ് വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ന്യായവിധി എന്ന് പറഞ്ഞാൽ എന്തുവാ? ന്യായമായ വിധി. മാനുഷിക വിധികളെല്ലാം സാഹചര്യങ്ങൾക്കനുസരിച്ചോ ഇല്ലെങ്കിൽ നമ്മോട് വ്യക്തികൾ ഇടപെടുന്നതിനനുസരിച്ചൊക്കെയാണ് നമ്മൾ പലപ്പോഴും പല വിഷയത്തിൻ്റെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? വിധി പറയാറുള്ളത്, അല്ലേ? ഇപ്പോൾ നമ്മളൊരു കോടതിയിൽ ഒരു കേസ് പൊക്കഴിഞ്ഞാൽ ആ കേസിന് വിധി പറയുന്നത് വാദിയുടെ ഭാഗത്തും പ്രതിയുടെ ഭാഗത്തും വക്കീലന്മാർ നടത്തുന്ന വാദപ്രതിവാദങ്ങൾക്കനുസരിച്ചാണ് അത് കേൾക്കുന്ന ജഡ്ജി ഒരു വിധി പറയുന്നത്. അതൊരു പക്ഷേ സ്തോത്രം ന്യായമായിരിക്കാം, അന്യായമായിരിക്കും. ഇത് രണ്ടും ഈ കാലത്ത് നടക്കുന്നുണ്ട്, അല്ലേ? പക്ഷെ നമ്മുടെ ദൈവം ആരാണ്? അവൻ ന്യായപ്രിയനാണ്. ന്യായരഹിതമായിട്ട് ഒരു കാര്യവും എന്ത് ചെയ്യത്തില്ലെന്നുള്ളതാണ് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. ദൈവഭക്തന്മാരുടെ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലാണെങ്കിലും ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ന്യായമായത് അവൻ ചെയ്യും. അതൊരു പക്ഷേ നമ്മൾ ചിന്തിക്കുന്ന സമയത്തോ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തോ അത് വെളിപ്പെട്ട് വരണമെന്നില്ല. പക്ഷേ കാലം എത്ര കടന്നാലും, വർഷങ്ങൾ എത്ര കടന്നുപോയാലും, മാസങ്ങൾ എത്ര നീണ്ടുപോയാലും ദൈവനീതി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ന്യായം അത് വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും. ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുമല്ലേ? ഒരുപക്ഷെ ഒരു കാലത്ത് നമ്മളെ തള്ളിപ്പറഞ്ഞവർ ഇല്ലെങ്കിൽ നമ്മളെ ഉപേക്ഷിച്ചവർ, നമ്മൾ കൊള്ളത്തില്ലെന്ന് പറഞ്ഞവർ, നമുക്കെതിരെ കുറ്റാരോപിത തലങ്ങളിൽ നമ്മളെ നിർത്തിയവർ, സ്തോത്രം, ഇതൊക്കെ ഒരു കാലം കഴിയുമ്പോൾ എന്ത് ചെയ്യും? തിരിച്ചറിയും. ഇതാണ് ദൈവത്തിൻ്റെ ന്യായമെന്ന് പറയുന്നത്. ഒരുപക്ഷെ സ്തോത്രം, അസ്ത്രങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി നമുക്കെതിരെ ശത്രുവും മനുഷ്യനും ഒരുപോലെ എഴുതുവിടുന്ന ഒരു കാര്യമുണ്ട്. നീ കുറ്റക്കാരനാണ് ഇല്ലെങ്കിൽ നീ സ്തോത്രം തെറ്റുകാരനാണെന്ന് ചൂണ്ടുന്ന ഇല്ലെങ്കിൽ ആയിരങ്ങളോ പതിനായിരങ്ങളോ ഇല്ലെങ്കിൽ വ്യക്തികളോ നമുക്കെതിരെ വിരൽ ചൂണ്ടുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും, അല്ലേ? ആ സമയത്ത് നമുക്ക് നമ്മുടെ മനസ്സ് വേദനിപ്പാൻ തക്കവണ്ണം ഇടവരും. എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, കാലം കടന്നുപോയാൽ അല്ലെ സ്തോത്രം ഇരുള് മാറി വെളിച്ചം വരുന്നത് പോലെ എല്ലാ നിഴലുകളും എല്ലാ ഇരുട്ടും മാറി അത് വ്യക്തമായി നിന്റെ മുൻപിൽ തെളിഞ്ഞു വരുന്നൊരു ദിവസം ഉണ്ട് എന്നുള്ളത് നമ്മൾ നിശ്ചയമായിട്ട് അറിയുവാൻ തക്കവണ്ണം ഇടവരും. കാര്യം, ദൈവം ന്യായപ്രിയനാണ്. ഇത് ആർക്കാ വെളിപ്പെടുത്തുന്നത്? അതാണ് ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ പറയുന്നത് എന്താ? യഹോവ ന്യായപ്രിയനായി ആകുന്നു, തൻ്റെ വിശുദ്ധന്മാരെ ഉപേക്ഷിക്കുന്നതുമില്ല. ആർക്കാ ഇത് വെളിപ്പെട്ട് വരുന്നത്? ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ നിൽക്കുന്ന ദൈവജനത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈവഭക്തന്മാർക്ക് വേണ്ടി ദൈവത്തിൻ്റെ ന്യായം വെളിപ്പെട്ട് വരുവാൻ തക്കവണ്ണം ഇടവരും. ഒരാളിനെതിരെ കുറ്റം ആരോപിക്കപ്പെടുമ്പോൾ അയാൾ കുറ്റക്കാരനല്ല. സ്വന്തം ഇത് വിധി പറയേണ്ടത് തിരുവചന പ്രകാരം ദൈവമാണ്. അതിനുള്ള കണക്കില്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് മറുഭാഗമാണ്. ഇല്ല എങ്കിൽ നീ തെറ്റുകാരനല്ല, മനുഷ്യൻ നിന്നെ തെറ്റുകാരനാക്കി വിരൽ ചൂണ്ടിയെങ്കിൽ നീ വിശുദ്ധനാണോ? നീ ഒരു ദൈവ പൈതലാണോ? നീ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നീ ഭാരപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല. കാലം അത് തെളിയിക്കുവാൻ തക്കവണ്ണം ഇടവരും. കാരണം ഒറ്റ വാക്കാണ്, ദൈവം ന്യായപ്രിയനാകുന്നു. അടുത്ത ആ വാക്കിന്റെ അവസാന വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. അവിടെ പറയുന്നു, ദുഷ്ടന്മാരുടെ സന്തതിയോ ഛേദിക്കപ്പെടും. ഒന്ന്, യഹോവ ന്യായപ്രിയനാകുന്നു, അവൻ വിശുദ്ധന്മാരെ ഉപേക്ഷിക്കുന്നില്ല. സ്തോത്രം, അവർ എന്നേക്കും ദൈവത്താൽ അവർ പരിപാലിക്കപ്പെടും. ദുഷ്ടന്മാരുടെ സന്തതി ഛേദിക്കപ്പെടും. അന്യായമായത് ഇന്നല്ലെങ്കിൽ നാളെ അന്യായം ചെയ്തവർക്ക് ഇല്ലെങ്കിൽ അനീതി ചെയ്തവർക്ക്, അനീതി കാണിച്ചവർക്ക്, അനീതി പറഞ്ഞവർക്കുള്ള ശിക്ഷ നിശ്ചയമായിട്ട് ലഭ്യമാകും. അവരുടെ ജീവിതത്തിൽ അത് വെളിപ്പെട്ട് വരുന്നത് അവർ കാണും. ഇല്ല, നീ വിശുദ്ധനാണെങ്കിൽ നിനക്ക് വേണ്ടി ദൈവത്തിൻ്റെ ന്യായം വെളിപ്പെടും. അല്ലെ, നിന്നെ ദൈവം ഉപേക്ഷിക്കത്തില്ല. അല്ലെ സ്തോത്രം, മാത്രമല്ല നീ എന്നേക്കും ദൈവത്താൽ പരിപാലിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടവരും.
വരും. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്വാതന്ത്ര്യം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങളിൽ തരികയാണ്. ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗമിടവരുത്തി. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.